പാലക്കാട് മണ്ണാർക്കാട് 2 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. മണ്ണാർക്കാട് സ്വദേശി ശബരീഷ്, പുഞ്ചക്കോട് സ്വദേശിനി സരോജിനി എന്നിവരാണ് മരിച്ചത്. നിഖിൽ പ്രമേഷ് ഉണ്ട്. നിഖിൽ, ഈ മരണങ്ങൾ എന്തെങ്കിലും അസ്വാഭാവികത, പ്രത്യേകിച്ച് ഈ സൂര്യാഘാതത്തിന്റെയൊക്കെ സാഹചര്യത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? തീർച്ചയായിട്ടും ഗോകുൽ, അത്തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. 2 പേരാണ് ഇന്നിപ്പോൾ മണ്ണാർക്കാട് മാത്രം കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എതിർപ്പണം ശബരി നിവാസിൽ രമണി അംബുജം ദമ്പതികളുടെ മകൻ ശബരീഷ്, 27 വയസ്സാണ് ശബരീഷിന്. പുഞ്ചക്കോട് സ്വദേശി ഉണ്ണികൃഷ്ണന്റെ ഭാര്യ സരോജിനി എന്നിവരാണ് മരിച്ചത്. കൂട്ടുകാർക്കൊപ്പം സംസാരിച്ചിരിക്കവെയാണ് ഈ ശബരീഷ് കുഴഞ്ഞു വീണത്. ഉടനെ തന്നെ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജില്ലയിലെ ഈ ഉഷ്ണതരംഗത്തോടനുബന്ധിച്ച് 2 പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൊടും ചൂടിനെ തുടർന്ന്. അതുമായി എന്തെങ്കിലും ബന്ധം ഈ 27-കാരന്റെ മരണത്തിനുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് ആരോഗ്യ വകുപ്പ്. അത് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത കൈവരൂ. ഭക്ഷണം കഴിച്ച് കൂട്ടുകാർക്കൊപ്പം സംസാരിച്ചിരിക്കവെയാണ് ഈ കുട്ടി തളർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഉടനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ ഇത് എന്തെങ്കിലും തരത്തിലുള്ള സൂര്യാഘാതമേറ്റോ മറ്റോ ഉള്ള മരണമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത കൈവരൂ. ജില്ലയിലെ ചൂട് യാതൊരു ശമനവും ഇല്ലാതെ ഇങ്ങനെ തുടരുകയാണ്. ഓറഞ്ച് അലർട്ട് ജില്ലയിൽ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉഷ്ണതരംഗവും നിലനിൽക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ 41 മുതൽ 42 ഡിഗ്രി വരെയാണ് ജില്ലയിലെ എല്ലാ വെതർ സ്റ്റേഷനുകളിലും രേഖപ്പെടുത്തുന്ന താപനില. ഗൂഗിൾ. ശരി നിഖിൽ, ഏതായാലും പാലക്കാട് 2 മരണങ്ങൾ കുഴഞ്ഞു വീണ് സംഭവിക്കുന്നു. പക്ഷേ അതിൽ മരണകാരണം സൂര്യാഘാതമോ മറ്റോ ആണോ എന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ ആശങ്കയ്ക്ക് അർത്ഥമുണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂ. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.